ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മുന്നത്തെ വീഡിയോ കണ്ടിട്ടുള്ളവരാണെങ്കിൽ അറിയാം, ഞങ്ങളുടെ അവിടെ ഒരു ബങ്ക് ബെഡ് ഉണ്ട്. ആ ബങ്ക് ബെഡിൻ്റെ അടിയിൽ ഇങ്ങനെ ഒരു സ്പേസ് ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ സ്പേസിൻ്റെ അടിയിൽ ഒരു ബെഡ് വരേണ്ടതാണ്, പക്ഷേ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ആ ബെഡ് ഇവിടുന്ന് മാറ്റേണ്ടി വന്നു. പിന്നെ എൻ്റെ മൂത്ത മകനാണെങ്കിൽ ഇങ്ങനെ കുറച്ച് ക്രാഫ്റ്റും അവൻ്റെ കുറേ ക്രിസ്റ്റൽ കളക്ഷനും അങ്ങനെ കുറേ സാധനങ്ങൾ അവൻ്റെ കയ്യിലുണ്ടാവും. അപ്പോൾ അതൊക്കെ ഡംപ് ചെയ്യാനൊരു സ്പേസ് വേണം. അപ്പോൾ അവന് തന്നെ പ്രൈവറ്റായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടി ഒരു വർക്ക് സ്പേസ് അവന് വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആലോചിച്ചു, ഇവിടെ എന്തുകൊണ്ട് അങ്ങനെ ചെയ്തുകൂടാ. അപ്പോൾ എൻ്റെ കയ്യിലുണ്ടായിരുന്ന റിംഗ് ലൈറ്റ് വെച്ച് അവിടുത്തെ ലൈറ്റ് ഞാൻ സെറ്റാക്കി. ഓനൊരു പ്രകൃതി സ്നേഹി ആയതുകൊണ്ട് ഞാൻ വിചാരിച്ചു കുറച്ച് പൂക്കളും വർണ്ണാഭയൊക്കെ ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചു ഒരു വാൾപേപ്പറും കൊണ്ട് ഒട്ടിച്ചു. പിന്നെ ഇവിടെ നമുക്ക് ഏറ്റവും ആവശ്യം ഒരു ഡോറാണ്. എന്തായാലും മക്കൾക്കൊരു പ്രൈവസി വേണമല്ലോ, ആരാണ് പ്രൈവസി ആഗ്രഹിക്കാത്തത്? ഇങ്ങനെ ഒരു ഡോർ ഉള്ളപ്പോൾ ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ഡോർ പറ്റില്ല, എന്നാൽ പിന്നെ ഒരു സ്ലൈഡിംഗ് ഡോർ ആക്കാം. അപ്പോഴാണ് ഞാൻ പഴയ ടിവിയുടെ കാർഡ്ബോർഡ് ഇരിക്കുന്ന വിവരം ഓർത്തത്. എന്തായാലും കളയാതിരുന്നത് ഉപകാരമായി. ഒത്തിരി പണിയാൻ പറ്റില്ല. ഇപ്പം ഞാൻ ഓർത്തു ഈ ഒരു ഭാഗത്ത് നമുക്കിങ്ങനെ ബെൻഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ കൂടെ ഇങ്ങനെ സ്ലൈഡ് ചെയ്യാമല്ലോ. ഓക്കെ, അപ്പോൾ ഡോർ ഓപ്പൺ ചെയ്യേണ്ട സമയത്ത് ഈ ഡോറിൻ്റെ ബാക്കിലോട്ട് സ്ലൈഡ് ചെയ്ത് വെക്കാവുന്ന രീതിയിൽ ഈ സൈഡിലോട്ട് സ്ലൈഡ് ചെയ്ത്. ഇത് ആക്ച്വലി ഒരു കബേർഡാണ്. ഈ കബേർഡ് എല്ലാ നേരം യൂസ് ചെയ്യേണ്ടി വരില്ലല്ലോ. അങ്ങനെയാണ് ഇപ്പോൾ നമ്മുടെ പ്ലാൻ. അപ്പോൾ നമുക്ക് എന്തായാലും ഇതാദ്യം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. എന്തായാലും പണ്ടത്തെ കാർഡ്ബോർഡ് കളയാതിരുന്നതുകൊണ്ട് അങ്ങനെ ഒരു ഉപകാരം ഉണ്ടായി. ഇങ്ങനെ ഒരു ക്രാഫ്റ്റ് നൈഫ് ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ ഒരുവിധം എല്ലാ കാര്യങ്ങളും ശുഭ നല്ല സ്മാർട്ടായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും നമുക്ക്. ഓക്കെ, അപ്പോൾ ഇതായിരിക്കും നമ്മുടെ ഡോറിൻ്റെ ഫ്രെയിം വർക്ക്. This will be our door. 2 പീസ് കൊടുക്കാം കേട്ടോ, അല്ലെങ്കിൽ അത്ര സ്റ്റേഡി ആവുന്നില്ല. അപ്പം ഞാനതൊന്ന് ഉറപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഈ 2 പീസും എടുത്തിട്ടാണ് ചെയ്യാൻ പോകുന്നത്. മുകളിലത്തെ ഈ പീസ് അങ്ങനെ തന്നെ റീറ്റെയിൻ ചെയ്തു. അപ്പോൾ ഇത് ഹാഫ് ഫോൾഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ കൂടെ സ്ലൈഡ് ചെയ്യാമല്ലോ. ഞാനപ്പോൾ ഈ ഒരു ടേപ്പ് വെച്ച് സെക്യൂർ ചെയ്യാൻ പോവാണേ. ഗ്ലൂ ഗൺ വെച്ചിട്ടുള്ള പ്രയാസനത്തിനൊന്നുമില്ല. എന്തായാലും ഇതെന്തായാലും നമ്മൾ ഇനി മറ്റേ സെൽഫ് അഡ്ഹസീവ് ഷീറ്റ് വെച്ച് ഒട്ടിക്കുമല്ലോ. നമ്മുടെ സ്ലൈഡിംഗ് ഡോർ ഇസ് റെഡി. അപ്പോൾ നമ്മുടെ റൂം ഏകദേശം ഒരു കുഞ്ഞു റൂം റെഡി ആയിട്ടുണ്ട്. നമ്മളിതിൽ ട്രൈപോഡ് യെസ് ലൈറ്റ് ഫിറ്റ് ചെയ്തു. അപ്പോൾ ആവശ്യത്തിന് വെളിച്ചായി. നമുക്കൊരു ടേബിൾ കൂടെ ആയിരുന്നു. പണ്ടത്തെ ഒരു കുട്ടി ടേബിളാണ് കേട്ടോ. അതിനായിട്ട് ഇനി വേറെ ടേബിൾ വാങ്ങിച്ചില്ല. ഓക്കെ സെറ്റ്. ഇതൊക്കെ ഇട്ടു. ഇനി ഒരു ചെയർ കൂടി ഇട്ടാൽ നമ്മുടെ റൂം റെഡി. നമ്മുടെ ഡോർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഭാഗം ഇതിൻ്റെ ഉള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്യണ കാരണം കേട്ടോ ഞാൻ അതിൽ വാൾപേപ്പർ ഒന്നും ഒട്ടിക്കാതിരുന്നു. ഓക്കെ യെസ്, സീറ്റിംഗ് ആയി. ആവശ്യമുള്ളപ്പോൾ ക്ലോസ് ചെയ്യാം. ഇതിൻ്റെ തുറന്നിടണം തോന്നി കഴിഞ്ഞാൽ സ്ലൈഡ് യെസ്, ക്ലോസ് ചെയ്യണമെങ്കിൽ ദിസ് ഇസ് ദ റൂം. ഇതാണ് ഞങ്ങൾ ഉണ്ടാക്കിയത്, ഒരു സ്ലൈഡിങ് റൂം. കുറച്ച് ഗ്യാപ്പ് ഒരു വെന്റിലേഷന് വേണ്ടി ഇട്ടിരിക്കണതാട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ടി വിയുടെ കാർഡ്ബോർഡിന് ഇത്ര വീതി ഉണ്ടായിരുന്നുള്ളൂ, പക്ഷെ നമുക്കിത് മതി. ഫുൾ പാർട്ടീഷൻ്റെ ആവശ്യമൊന്നുമില്ല. അങ്ങനെ ഇതൊരു സ്ലൈഡിങ് ഡോർ. ഇങ്ങനെ ഒരു ഗ്രൂ ഉള്ളത് കൊണ്ട് ഇതിങ്ങനെ സ്ലൈഡ് ചെയ്ത് തുറക്കാൻ പറ്റും. Here you go, Ryan. Thank you. Ricky. You're welcome. Okay. Thank you. ഇതാണ് നമ്മുടെ കുട്ടി റൂം. അയ്യടാ കുഞ്ഞു റൂം. അവിടെ നിന്ന് അറ്റാക്കിയാൻ ഒരുത്തം വരുന്നു. പെരമാറ്റം ഞങ്ങളുടെ. അയ്യോ, ഒതുക്കി വെച്ചോളാം കേട്ടോ, തലടിക്കല്ലേ. ഞങ്ങളുടെ ഗാഡ്ജറ്റ്സ് കണ്ടു, ഞങ്ങൾ ഉണ്ടാക്കുന്ന ടോർച്ച് കണ്ടു. ദിസ് ഇസ് ദ ടോർച്ച്. എൻ്റെ അമ്മ, ഇതിൻ്റെ ബാറ്ററി തീർന്നു കേട്ടോ, അതാണ് അങ്ങനെ. ടോർച്ചുണ്ട്. ഇതെന്തോ ടെലസ്കോപ്പ് എന്തോ സംതിങ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതവൻ്റെ പണ്ട് ശരിക്കും ഇത് പ്രൊജക്ടർ പോലെയാണ്, പക്ഷെ അതവൻ യൂസ് ചെയ്യുന്നത് ക്രിസ്റ്റൽ കളക്ഷൻ നോക്കാൻ വേണ്ടിയിട്ട്. ഇതിലെല്ലാം ഇവൻ്റെ ഇങ്ങനത്തെ ഓരോ ഐറ്റംസ് ആയിരിക്കും. കല്ലുകൾ, ഇത് ഫുൾ ക്രിസ്റ്റൽസ്. ഇതെൻ്റെ വക ഒരു കോട്ട് കൊടുത്തതാ. സ്റ്റോപ്പ് വിഷിങ് സ്റ്റാർട്ട് ഡൂയിങ്. ഇതെന്തുവാണ് അത്? സെമാൻറ്റിക് സ്കോളർ. വാട്ട് ഇസ് ദിസ്? Medicinal plants and ഓക്കെ, അതിനെക്കുറിച്ചുള്ള അവൻ്റെ റിസർച്ച് വർക്ക്.
ചുരുക്കി പറഞ്ഞ ഇതൊരു ലബോറട്ടറി ആയിരിക്കും. ഇതെന്തോ അത്? ഓക്കെ, എന്തായാലും ഇങ്ങനെ ഒരു സ്പേസ് നിനക്ക് തരുന്നതാണ് എൻ്റെ ആരോഗ്യത്തിനും നല്ലത്. ഇത് പണ്ട് ഉണ്ടാക്കിയതാണ്. എന്തായാലും ഇത് നിന്റെ റൂമിൽ തന്നെ ഇരിക്കട്ടെ, എന്നാ കൊണ്ടുപോയിക്കോ. അയ്യോ, ഫീഡ് മീ വിത്ത് യുവർ ഇമാജിനേഷൻ. അതിൽ ഫുൾ അവൻ്റെ ക്രാഫ്റ്റ് വർക്കും ആർട്ട് വർക്കും ഒക്കെ തന്നെയാണ്. എൻ്റെ ഫ്ലൂട്ട്സ് ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഒതുങ്ങിയിരുന്നോളോട്ടെ, ഗുഡ് ബോയ് ആയിട്ട്. ഓക്കെ. ഓ, ഹാങ് ചെയ്യാൻ കുറച്ച് സെക്ഷൻ ക്ലിപ്പ് വെച്ചിട്ട് തന്നാലോ? തരാല്ലേ? ഈ ഏരിയ നിനക്ക് കവർ ചെയ്യണോ? വൈ? അവര് ചെന്ന് നോക്കിയപ്പോ അവന്റെ ഏതോ കാർഡ്ബോർഡ് വെച്ച് ഇത് മാറ്റിയിട്ടുണ്ട്. പക്ഷെ ഇത് കുത്തി വെച്ചിരിക്കുന്നത് നല്ല വിറ്റാട്ടോ. ഇതെന്തോ കോഡ് വെച്ചിട്ട് എന്തോ കുത്തി വെച്ചിരിക്കണേ. സോ അത് നമുക്ക് മാറ്റാം. ഇവന്റെ ബൈനോക്കുലേഴ്സ് ഹാങ് ചെയ്തിട്ടാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇങ്ങനത്തെ കുറച്ച് ക്ലിപ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് തിരുത്തി വയ്ക്കാം. ഓക്കെ, അപ്പോൾ അവന് ഹാങ് ചെയ്യാനുള്ളത് എന്തെങ്കിലും വേണമെങ്കിൽ ഇട്ടോട്ടെ. ഓക്കെ, അപ്പോൾ ഇത് നമുക്കിതിൽ ഹാങ് ചെയ്തിടാം. പിന്നെ ഞാൻ ഇങ്ങനത്തെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. കാര്യം അവനിങ്ങനത്തെ ഓരോന്നൊക്കെ മാർക്ക് ചെയ്യാനും നോട്ട് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനത്തെ ഒരെണ്ണം കൂടി ഉണ്ടായിരുന്നു. അപ്പം ഞാൻ എന്തേ ഗ്ലൂ ഗൺ വെച്ച് ഇത് അങ്ങോട്ട് സെക്യൂർ ചെയ്ത് കൊടുക്കുക. ഗ്ലൂ ഗൺ ഉള്ളതും ശരിക്കും നല്ല ഹെൽപ്പാട്ടോ. ഇതും കൂടെ വെച്ചു കൊടുത്താൽ നമ്മുടെ പരിപാടി റെഡി. അപ്പോൾ നമ്മുടെ ബോർഡെല്ലാം റെഡിയായി. ഇവിടെ എന്തൊക്കെയോ പുതിയ ബുക്സ്, പുതിയ ബുക്സ് അല്ല, പഴയ ബുക്സിൻ്റെ എൻസൈക്ലോപീഡിയാസ് എന്തൊക്കെയോ കൊണ്ടുവച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ മോൻ്റെ ബെഡ്റൂം റെഡി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ മക്കൾക്ക് ഇങ്ങനെ ക്രിയേറ്റീവായിട്ടുള്ളൊരു കോർണറൊക്കെ ഉണ്ടാക്കി കൊടുത്ത് അവരുടെ സാധനങ്ങൾ ഒതുങ്ങിയിരിക്കാനും നമ്മുടെ പണി കുറയ്ക്കാനും ഇത് വളരെയധികം ഉപകരിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ എൻ്റെ പോലെ മക്കളുടെ സാധനങ്ങൾ ഒതുക്കി വെക്കാൻ സ്ഥലം ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഇങ്ങനെയുള്ള കുറുക്ക് വിദ്യകൾ ഉപയോഗിക്കൂ. ഇനി മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നത് വരെ ഇറ്റ്സ് ബൈ ഫ്രം സ്റ്റെഫി. And if you think this video is useful for you, please do like, share and subscribe. Bye.